തിരുവനന്തപുരത്ത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പ്രൈവറ്റ് ബസ്സുകൾ പൊതുവെ കുറവാണെങ്കിലും കേരളത്തിലെ പ്രൈവറ്റ് ബസ് ചരിത്രത്തിൽ ഒരിടം നേടിയ ഒരു ഗ്രൂപ്പ് അവിടെയുണ്ട്. ആർ.കെ.വി. കേരളത്തിലെ ആദ്യകാല ബസ് സർവീസുകളിൽ ഒന്നായ ആർ.കെ.വി. 1933-ലാണ് സർവീസുകൾ ആരംഭിക്കുന്നത്. 1938 ഫെബ്രുവരി 20-ന് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കവടിയാർ വരെ മഹാരാജാ ശ്രീ ചിത്തിര തിരുനാൾ പൊതുബസ് സർവീസ് ആരംഭിക്കുന്നതിനു എത്രയോ മുമ്പ് തന്നെ തിരുവിതാംകൂറിന്റെ ഗ്രാമപാതയിലൂടെ ഹരിതശോഭയോടെ ആർ.കെ.വി. യാത്ര തുടങ്ങിയിരുന്നു. രാമകൃഷ്ണ വിലാസം എന്നതാണ് ആർ.കെ.വിയുടെ മുഴുവൻ പേര്. തുടക്കത്തിൽ കാറുകളെപ്പോലെ മൂക്കുനീണ്ട ബസ്സുകളായിരുന്നു ആർ.കെ.വി. സർവീസ് നടത്തിയിരുന്നവ. പിന്നീട് ഫർഗോ, അശോക് ലൈലാൻഡ് തുടങ്ങിയ ബസ്സുകളും ആർ.കെ.വിയുടെ ഗ്യാരേജിൽ എത്തിച്ചേർന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബസ്സുകളിൽ വന്ന മാറ്റങ്ങൾ ആദ്യാവസാനം ഉൾക്കൊണ്ട ചുരുക്കം ചില ഓപ്പറേറ്റർമാരിൽ ഒരാളാണ് ആർ.കെ.വിയും. ആദ്യകാലത്ത് നിറങ്ങളൊന്നുമില്ലാത്ത അലുമിനിയം ബോഡിയിലായിരുന്നു ബസ്സുകൾ തയ്യാറാക്കിയിരുന്നത്. പിന്നീട് 1960-കളിൽ മധ്യത്തിലാണ് ബസ്സുകൾക്ക് കളറുകൾ നൽകിയത്. കടും പച്ചയിൽ മഞ്ഞ വരകളോടുകൂടിയ കളർ കോഡ് ആയിരുന്നു ആർ.കെ.വിയുടേത്. കേരളത്തിൽ ഇപ്പോൾ കളർ കോഡ് വരുന്നതിന് മുമ്പ് വരെ ഇതേ കളറിലായിരുന്നു ആർ.കെ.വി. ബസ്സുകൾ ഓടിയിരുന്നത്. ഒരു കാലത്ത് തിരുവിതാംകൂറുകാരുടെ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ഭാഗത്തുള്ളവരുടെ പഠനവും ജോലിയും എന്തിന് വിശേഷ സമയങ്ങളിൽ പോലും ക്രമപ്പെടുത്തിയിരുന്നത് ഈ ബസ്സിനെ ആശ്രയിച്ചായിരുന്നു. ആറ്റിങ്ങൽ കുമളി റൂട്ടിൽ വരെ ആർ.കെ.വിയുടെ സർവീസ് ഉണ്ടായിരുന്നു. കൂടാതെ കേരളത്തിലെ ഏറ്റവും മികച്ച ബസ്സുകളും ഓപ്പറേറ്റർമാരിൽ ഒരാൾ എന്ന പദവിയും അന്ന് ആർ.കെ.വിക്ക് ഉണ്ടായിരുന്നു. ബസ്സുകളുടെ എണ്ണവും കൂടുതലായിരുന്നതിനാൽ ഇവർക്ക് സ്വന്തമായി വർക്ക്ഷോപ്പും ഗ്യാരേജുമൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്തെന്നാൽ ആർ.കെ.വിയുടെ ബസ്സുകളിൽ മറ്റ് ബസ്സുകളിലെ പോലെ സ്റ്റോപ്പ് ചെക്കർ അഥവാ കിളി ഉണ്ടായിരുന്നില്ല എന്നതാണ്. ആർ.കെ.വിയുടെ ബസ്സുകൾക്ക് മിക്കവാറും ഫാൻസി രജിസ്ട്രേഷൻ നമ്പറുകളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് ആർ.കെ.വിയുടെ കുടുംബത്തിലെ സഹോദരങ്ങളുടെ വണ്ടികളാണ്. അവരുടെയൊക്കെ കാരണവരാണ് ഈ ബസ് സർവീസ് ആരംഭിച്ചത്. ഇന്ന് ഈ ബസ് ഇതുപോലെ നിലനിൽക്കാനുള്ള കാരണം പണ്ട് ആർ.കെ.വിയുടെ മുതലാളി വെച്ച ഒരു ഉടമ്പടിയാണ് എന്നതാണ് പറയപ്പെടുന്നത്. അത് ഇപ്രകാരമായിരുന്നു: ഇനി വരുന്ന എൻ്റെ 4 തലമുറയ്ക്ക് ഈ ബസ് വിൽക്കുവാനോ കൈമാറ്റം ചെയ്യാനോ സാധ്യമല്ല. അതിലേക്ക് മുതൽ വർദ്ധിപ്പിക്കാം, ലാഭവിഹിതം തുല്യമായി പങ്കിട്ടെടുക്കുക. ഇക്കാര്യത്തിൽ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. ഒരു കാലത്ത് 125ഓളം ബസ്സുകൾ ഉണ്ടായിരുന്ന ആർ.കെ.വിയിൽ ഇന്ന് ബസ്സുകൾ ഏകദേശം 25 ഉള്ളൂ. അവയിൽ സർവീസ് നടത്തുന്നത് വിരലിൽ എണ്ണാവുന്നവ മാത്രം. ബാക്കി ബസ്സുകൾ ഗ്യാരേജിൽ കുറെ കാലമായി നിർത്തിയിട്ടിരിക്കുകയാണ്. നഷ്ടക്കണക്കുകൾ മൂലം ബസ് സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതെന്ന് ആർ.കെ.വിയുടെ ഇന്നത്തെ ഉടമ പറയുന്നു. ഇന്നും ആർ.കെ.വിയുടെ ചില ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതെ, ഒരു സഞ്ചാര വാഹനം എന്നതിനപ്പുറം മാറി വന്ന കാലത്തിനൊത്ത് പുതിയ മാറ്റങ്ങളിൽ, പുതിയ രൂപങ്ങളിൽ നമ്മളിൽ ഒരുവനായി നമുക്കൊപ്പം കൂടിയതാണ് ആർ.കെ.വി. കേരളത്തിലെ ബസ് ചരിത്രത്തിൽ തീർച്ചയായും ഇടനടത്തപ്പെടേണ്ട ഒരു ഓപ്പറേറ്റർ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കാണുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.